അല്ല ഒന്നും പറഞ്ഞില്ല. പിടിച്ചോണ്ട് വരട്ടെ. അവന് വീട് വരെ ചെല്ലാനുള്ള ക്ഷമയില്ല. കേട്ടോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാടാ? എന്താടാ? ഒരു ദിവസം ഈ സ്കൂൾ അങ്ങ് കത്തിക്കണം. കൂടെ രണ്ട് മാഷന്മാര്. എടി ഈ ലത ടീച്ചറും സനൽ സാർ തമ്മിൽ ലൈനാണ്. നിനക്ക് എങ്ങനെ തോന്നിയല്ലേ? തമ്മിൽ എന്തോ ഒരു ഞാൻ കൊറേ നാളായി ചോദിക്കണം വിചാരിച്ച. എന്തായി പൈസ കിട്ടിയാ? കിട്ടി, നല്ല ആട്ട്. ഓ നെക്സ്റ്റ് പാട്ട് അടുത്ത വീട്ടിലെ സ്മിതയെ ചേട്ടത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ കഥ ചോദിച്ചാൽ പോരെ, എന്തിനാടാ വെറുതെ കഷ്ടപ്പെട്ട് വായിക്കുന്നത്? അത് വേണ്ട, ക്ലാസ്സിൽ ബുക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ അവളുടെ മുന്നിൽ ഭയങ്കര വായനക്കാരനാന്ന് കാണിക്കണം. അവളുടെ ആദ്യത്തിനും രാധയും മറ്റേ ചിലരും. നരസിംഹത്തിന്റെ റിലീസ് പോലെ ഉണ്ടല്ലോടാ. കൂടെ നിന്നാ മതി, ഓടികളെ നമുക്ക് കൊയ്യാം. ശനിയാഴ്ച കൂടി ക്ലാസ് ഉണ്ടായാൽ മതിയായിരുന്നു. എത്ര നേരം ബാക്കിയുള്ളവർ വെയിറ്റിംഗ് ആണ്. 5 രൂപ എന്നിട്ടല്ലേ? വെറുതെ ഒന്നല്ലല്ലോ, സമയം എടുക്കും. ആ ശാശ്വതേ പൈസ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, പിടിക്കാൻ ഐശ്വര്യമായിട്ട് കൊണ്ടുപോ. ഇപ്പൊ എത്രയായി ചേട്ടാ? 35. ആയില്ലേ? ദിസ് ഈസ് ബിസിനസ്. ഇവനെന്താ മൂത്രമൊഴിച്ച് കിളിപോയോ? ചേട്ടാ 1 രൂപ കുറവുണ്ട്, നാളെ തന്നാ മതിയോ? ഓ അതൊന്നും ഒരു കുഴപ്പമില്ല മോനെ. മോനെ എത്രയില്ല? 7B. അയ്യോ 7B പഠിക്കുന്നില്ല. നോക്ക്, എല്ലാരോടുമായിട്ടൊരു കാര്യം ഞാൻ പറയാം. ഈ പരിപാടി എങ്ങാനും പുറത്തറിഞ്ഞാല് നെക്സൽ ആരാന്നറിയാലോ, വെടിവെച്ച് കളയും. ആലോചിച്ചിട്ട് എന്നെ വെടിയാവും. എടാ ശഖതയൊന്ന് വേഗം വാ. ഉണ്ടോ എടാ, എന്താണ് നിനക്ക്? ഒന്ന് പൊയ്ക്കടാ കൊണ്ട്. എന്താടാ? പറയാം പറയാം പറയാം. 1 2 3 4 5 6 7 7 2 എടാ 7 എത്രയാടാ? അവന്റെ ഒരു ഇളി. എടാ അരുണേ, സുധീഷേ, എടാ 7 എത്രയാടാ? താളം പിടിച്ചോണ്ടിരിക്കാതെ പറയടാ. ഇവന്മാർക്ക് ആർക്കും അറിയാൻ മേല ഇവരൊക്കെ എന്തിനാണോ സ്കൂളിൽ വരുന്നത്. 7 ലാഭം കിട്ടും, ലാഭം കിട്ടും. എടാ മറ്റേതെന്താ മനസ്സിലായോ? ഏത്? നമ്മൾ രാവിലെ മൂത്രപ്പുരയിൽ വെച്ചാണ്ടാ മുത്തുൻ്റെ കയ്യിലെ ബുക്കും പിന്നെ ബീലെ ഷാത്താക്ക് ഉണ്ടായിരുന്നില്ലേ, അത്. ആ ബുക്ക് എന്താണെന്നറിയോ? നല്ല ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയായിരിക്കും? എടാ കിഴങ്ങത് ടെക്സ്റ്റ് നോട്ടൊന്നുമല്ല, പീസ് ബുക്കാണ്, പീസ് ബുക്ക്. പോടാ പാടാ, നജാസ് പറഞ്ഞല്ല. അവൻ വായിച്ചാ? അവൻ വായിച്ച് അടിപൊളിയാണെന്നും പറഞ്ഞ് കളർ ഫോട്ടോ ഒക്കെ ഉണ്ടെന്ന് പറയില്ല. ഇംഗ്ലീഷ് അല്ലേ, അപ്പൊ എങ്ങനെ മനസ്സിലാവും? ഫോട്ടോ കണ്ടാ പോരെ, എന്തിനാ മനസ്സിലാക്കണേ? മുട്ടൻ പീസ ഫുൾ നേക്കഡ്. നീ ഇതിനു മുന്നേ വായിച്ചിട്ടുണ്ടാ? മുത്തുച്ചിപ്പി ഇംഗ്ലീഷൊന്നും വായിച്ചിട്ടില്ല, നമുക്കൊക്കെ എവിടെ നിന്നിട്ടാനാടാ. ഞാൻ അതുപോലും വായിച്ചിട്ടില്ല. നമുക്കൊക്കെ ആരും ഉണ്ടെത്തരാണ്. നമുക്ക് അവനോടും ചോദിച്ചു നോക്കിയാലോ? ആളൊന്നിന് 5 രൂപയോ ഒടുക്കത്ത വാടകയാ. 5? Adarsh, your answer is wrong. Answer is 255. സോറി ടീച്ചർ, അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ തെറ്റിപ്പോയതാ. ശരി ശ്രദ്ധിച്ച് ചെയ്യട്ടാ. എന്താണ് ഒരാൾ കൈ കഴിക്കൊണ്ടിരിക്കണ്ടില്ലേ? നിനക്ക് അതിന്റെ ഇടയിൽ പറ്റില്ല, എനിക്കിടെ അതുകൊണ്ടോ? നീ പഠിക്കാൻ തീരുമാനിച്ചു? എന്റെ മുത്തെ, നാളെ മുതൽ ഈ സാധനത്തിന് ബുക്കിംഗ് ഉണ്ട്. പേര് എഴുതണ്ടേ? സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് മുത്തിനോട് ബുക്ക് ഫ്രീ ആയി തരുമെന്ന് ചോദിച്ചു നോക്കിയാലോ? ഇപ്പൊ ചെന്നാ മതി, ബുക്കിന്റെ ഡിമാൻഡ് ഉണ്ടോ? അബ്ദു, നമുക്കത് കോപ്പനോട് പറഞ്ഞു കൊടുത്താലോ? അത് പിന്നെ കാണാൻ പോലും കിട്ടൂല. എടാ നമുക്കത് പൊക്കിയാലോ? പൊക്കാനോ? മധ്യഭാഗം ഉയർന്നു കാണപ്പെടുന്ന ലെൻസുകളാണ് ഉത്തല കാജങ്ങൾ അഥവാ കോൺവെക്സ് ലെൻസ്.
പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ നമ്മൾ ഇതിനെ കൺവേർജിംഗ് ലെൻസ് എന്നും പറയുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണുകൾ. ദേ അതിലെ കൂടി നോക്കുന്നൊക്കെ കൊള്ളാം. താഴെ ഇട്ട് പൊട്ടിച്ച ഞാൻ നല്ല ഫൈൻ തരും. അപ്പൊ നമ്മൾ ഈ കോൺവെക്സ് ലെൻസ് എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് ഭൂത കണ്ണാടികളിൽ, കാഴ്ച നമ്മുടെ ദൂരക്കാഴ്ച ഇല്ലാത്തവർ വെക്കുന്ന ഇത് തേനി തീർന്നല്ലോടാ. കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് കോൺവെക്സ് ലെൻസ് കൊണ്ടുള്ള പ്രധാനമായ ഉപയോഗങ്ങൾ. ടീച്ചറെ എന്താ അബ്ദു? അതെ, ഞാൻ ടെക്സ്റ്റ് എടുത്തത് മാറിപ്പോയി, കെമിസ്ട്രി ആയിപ്പോയി. ഫിസിക്സ് എടുത്തിട്ട് ഫിസിക്സ് ടെസ്റ്റ് എടുത്തിട്ട് വേടാ. താങ്ക് യു ടീച്ചർ. ചിലപ്പോ നീ ജീവിച്ചിരുന്നേക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങളാണ്. ഇനി നമുക്ക് കോൺകേവ് ലെൻസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ എന്താണ് കോൺകേവ് ലെൻസ്? മധ്യഭാഗം താഴ്ന്നു കാണുന്ന മാർജാരപാതനായി നടന്നിടും തസ്കരൻ തന്നുള്ളം രസമുകളോൽപിതമായി. കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കള്ളൻ ഒരു പൂച്ചയെപ്പോലെ പതുങ്ങി പതുങ്ങി നടക്കുന്ന സമയത്തെങ്കിൽ പോലും അവന്റെ ഉള്ളം, മനസ്സ് താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ചുള്ള രസകരമായ ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഈ ചിന്തകളാണ് ആ കൃത്യം തെറ്റാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത്. ഇതോ ആകെ സുബർക്കം വേണ്ടേ? അബ്ദു, എന്താ ഇവിടെ? നിനക്കെന്താ ഒരു പറഞ്ഞില്ലേ? ഒന്നുമില്ല സാർ, ടെക്സ്റ്റ് മാറിപ്പോയി, ലാബിലെ എടുക്കാൻ വന്ന. എന്നിട്ട് എടുത്തോ? ഇല്ല, എടുക്കാൻ പോവാ. ആ ശരി, വേഗം ലാബിലേക്ക് ചെല്ലേ. രണഭൂമിയിൽ നിന്നും വിജയശ്രീലാളിതനായി വന്ന ഒരു പടനായകന്റെ മുഖഭാവമായിരുന്നു അയാൾ. അപ്പോൾ ആ നിമിഷം ഈ ലോകം തന്നെ കീഴടക്കാൻ കഴിയുന്നത്ര ആത്മവിശ്വാസത്താൽ അയാൾ ആനന്ദതുന്തിലനായിരുന്നു. എന്താ കാരണം? കള്ളന്റെ ആ പ്രവൃത്തി, ആ കൃത്യം വളരെ വിജയകരമായി ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞു. 12, 13, 14, 15 ഇതൊന്നും തീരൂലേ? എന്താ ചുണ്ണി? ഒന്ന് വീട്ടിൽ കൊണ്ടാൻ തരുമോ? 10 രൂപ തരാ. വീട്ടിൽ കൊണ്ടുവന്നൊക്കെ 15 രൂപ. നീ ഇപ്പൊ പൊക്കോ, മുട്ടയടിച്ച് വന്നേക്കോ മനുഷ്യരെ പിടിപ്പിക്കാനായിട്ട്. എന്റെ മോന് ജസ്റ്റ് എസ്കേപ്പാണ്, കോപ്പർ നോക്കി. അയ്യോ, ഞാൻ എങ്ങനെയൊക്കെ എസ്കേപ്പായി. അത് വിട്, കിട്ടിയ സമയത്തെ ഞാനതൊന്ന് തുറന്നു നോക്കി. എന്നെ പൊന്നടാവേ കിടുക്കി. ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കല്ലേ? ഒരുമിച്ച് നിന്നിട്ട് അവസാനം ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നു. അതിന് നീ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കല്ലേ, ഞാനൊന്ന് നോക്കിനേ ഉള്ളൂ. അപ്പോഴത്തേക്കാ കോപ്പറൊക്കെ വന്നു. എന്നിട്ട് ആദർശ് മാധവൻ, എന്തു നിനക്ക് എന്താ പറ്റിയേ? നിനക്കൊരു കോൺസെൻട്രേഷനും ഇല്ലല്ലോ. ഇന്നാ നിന്റെ ഫിസിക്സ് നോട്ട് ലാബിൽ കിടന്ന് കിട്ടിയതാ. താങ്ക് യു. അത് ഇന്ദു പെട്ടെന്ന് ഇറങ്ങിയപ്പോ എടുക്കാൻ മറന്നുപോയതാ. ഈയിടെ നിനക്ക് അല്ലെങ്കിലും കുറച്ച് മറവി കൂടുന്നുണ്ട്. ഒരു സാധനം വെച്ചെടുത്ത് കാണുകയില്ല. പോയി. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ഇന്ന് ഡേവിഡ് സാറില്ല, എല്ലാവരും മാത്സ് നോട്ട് എടുത്തേ. എന്തു പറ്റി മുത്തലീബേ? എന്റെ കണക്കൂട്ടലെല്ലാം തെറ്റി ടീച്ചർ. നോട്ട് എടുക്ക്.